അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കാരുണ്യമായിക്കൊണ്ടും മാർഗദർശനവുമായിട്ടാണ് ഇസ്ലാം വന്നത്. ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നിയോഗിച്ച പ്രവാചകനെക്കുറിച്ച് അള്ളാഹു വിശേഷിപ്പിച്ചത് തന്നെ റഹ്മത്തുല്ലിൽ ആലമീൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രയാസപ്പെടുത്തിയ മുശ്രിക്കീങ്ങൾക്കെതിരിൽ പ്രാർത്ഥിക്കാൻ അനുയായികൾ ആവശ്യപ്പെട്ടപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നി ലം ഉബ്അസ് ലആനൻ വഇന്നമാ ബുഇത്തു റഹ്മ. തീർച്ചയായും ഞാൻ ശപിക്കുന്നവനായി അയക്കപ്പെട്ടവനല്ല, നിശ്ചയമായും കാരുണ്യമായിട്ട് മാത്രമാണ് അയക്കപ്പെട്ടത്. അതേപോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെ ശരീഅത്ത് അഥവാ അതിലെ നിയമവിധികൾ ഏറ്റവും ഉന്നതമായതാണ്. അതുപോലെ എളുപ്പമുള്ളതും വിട്ടുവീഴ്ചയുടേതുമാണ്. ഒരിക്കലും ജനങ്ങൾക്ക് ഭാരമേറിയതല്ല അതിലുള്ള നിയമവിധികൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരു മുസ്ലിമിൻ്റെ ആരാധനകളിൽ പോലും പ്രയാസപ്പെടുത്തുന്ന ഒന്നും തന്നെ അവനില്ല എന്നുള്ളത് തന്നെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്തിലും നമുക്ക് കാണാൻ സാധിക്കും. നോമ്പിനെക്കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹു പറഞ്ഞു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. നിങ്ങൾക്ക് ആശ്വാസം വരുത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാക്കാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല. അതേപോലെ തന്നെ മറ്റൊരായത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും. നിങ്ങൾക്ക് ഭാരം കുറച്ച് തരണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും, ഇന്നദ്ദീന യുസ്റുൻ. തീർച്ചയായും മതം എന്ന് പറയുന്നത് അത് വളരെ എളുപ്പമുള്ളതാണ്. എന്നാൽ മതകാര്യത്തിൽ തീവ്രമായ നിലപാട് എടുക്കുന്നവർ അവർ നശിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഹലക്കൽ മുതനത്തിഊൻ ഖാലഹാ തലാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, കാർക്കശ്യം പുലർത്തുന്നവർ അല്ലെങ്കിൽ ദീനിൻ്റെ കാര്യത്തിൽ മതത്തിൻ്റെ കാര്യത്തിൽ തീവ്രത പുലർത്തുന്നവർ നശിച്ചതു തന്നെ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ചു. അതുകൊണ്ട് എന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതിൽ മാത്രം ഒതുങ്ങുക എന്നുള്ളതാണ്. അതല്ലാതെ അതിലധികമായി ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമികമല്ല എന്നുള്ളതും നമ്മൾ ഈ ഹദീത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു മുസ്ലിമല്ലാത്ത മനുഷ്യനോട് പോലും സ്നേഹത്തിൽ വർത്തിക്കാനാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങൾ അവരോട് നീതി കാണിക്കുന്നതും അള്ളാഹു നിങ്ങളോട് നിരോധിക്കുന്നില്ല. തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഒരാളിലേക്ക് ഇസ്ലാമിനെ എത്തിക്കുകയാണെങ്കിൽ പോലും അവിടെ അദ്ദേഹത്തെ നിർബന്ധിപ്പിക്കലില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനിൽ ബലാത്കാരമില്ല. അതുപോലെ തന്നെ ഏതൊരു സന്ദർഭത്തിലും ഏതൊരാളോടും നീതി പുലർത്താൻ വിശ്വാസികളോട് അള്ളാഹു കൽപ്പിക്കുന്നു. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക. ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത്. നിങ്ങൾ നീതി പാലിക്കുക, അതാണ് ധർമ്മനിഷ്ഠയോട് ഏറ്റവും അടുത്തത്. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലെ ബന്ധങ്ങൾ നന്നാക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നു. ഫത്തഖുല്ലാഹ വഅസ്ലിഹു ദാത ബൈനിക്കും, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും നിങ്ങൾക്കിടയിലെ ബന്ധങ്ങൾ നന്നാക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ നിൻ്റെ സഹോദരനോട് പുഞ്ചിരിക്കുക, അതും ഏറ്റവും നല്ല ഇസ്ലാമിൻ്റെ ഒരു മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സ്വദഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് നിനക്ക് സ്വദഖയാണ്. അതേപോലെ തന്നെ ആളുകളോട് ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ്. വഖൂലു ലിന്നാസി ഹുസ്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഈ നല്ല പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ നാം മാതൃകയാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.